സോ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ ബാർസ് ഫീൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 KSHB PWD ഇലക്ട്രിക്കൽ വിങ്. എക്സാം നടന്നിരിക്കുന്നത് ജൂലൈയിലാണ്, ജൂലൈ 2023. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 113/2023. ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൽഫ കോഡ് A ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഇൻ ലിസ്റ്റ് 1 to ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് നോക്കാം, കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് എന്താ, വോൾട്ട്, ഓം, ആംപിയർ, കൂളം. അതായത് ഫസ്റ്റ് ലിസ്റ്റിലുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ യൂണിറ്റ്സിന് നമ്മൾ മാച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം, ഇത് ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. എക്സ്ട്രാ ആയിട്ട് അവിടെ കൂളം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കറിയാം, ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളം. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1-3-2-1-3-2. ഓക്കെ. നെക്സ്റ്റ്, 1 coulomb charge equal to the charge of 1 coulomb charge equal to the charge of 6.24 into 10⁻⁸ protons. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, എ കണ്ടക്ടർ carries 7 coulomb charge for a duration of 10 seconds then the current through the conductor is equal to. ഇത് ഒരു ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടതാണ്. ഇക്വേഷൻ നമുക്കറിയാം, I is equal to Q/T. ഇതാണ് ഇക്വേഷൻ. സോ Q എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് 7 ആണ്. ടൈം കൊടുത്തിരിക്കുന്നത് 10 സെക്കൻഡ്സ് ആണ്. സോ 7/10 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0.7 ആംപിയർ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഫ്രം നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വൺ ഇസ് കറക്റ്റ് റിഗാർഡിംഗ് കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ? ഫസ്റ്റ് ഓപ്ഷൻ, എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലോ ഇൻ ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിൽ നമുക്കറിയാം, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ അവൈലബിൾ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ദാൻ കണ്ടക്ടേഴ്സ്. അതും റോങ് ആയ ഒരു ഓപ്ഷനാണ്. കാരണം കണ്ടക്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുക, അത് കഴിഞ്ഞിട്ടാണ് സെമി കണ്ടക്ടേഴ്സിൽ. ഓക്കെ, അതുമല്ല. തേർഡ്, the valence band and conduction band overlap in conductors. That is correct. ആ ഓപ്ഷൻ ശരിയാണ്. The valence band and conduction band overlaps in conductors. ഈ ഫോർത്ത് ഓപ്ഷൻ കൂടെ നോക്കാം. Valence band electrons can easily move into conduction band in insulators. റോങ് ആണ്. ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ഷൻ സംഭവിക്കുന്നില്ല. സോ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ്, fifth question, from the given option select the list of insulators. ഫസ്റ്റ് ഓപ്ഷൻ ഗോൾഡ്, സിൽവർ, കോപ്പർ. ഇതൊക്കെ എന്താണ്, കണ്ടക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ്, ഗ്ലാസ്, പേപ്പർ, അലുമിനിയം. അതിൽ അലുമിനിയം എന്ന് പറയുന്നൊരു കണ്ടക്ടറാണ്. സോ അതും തെറ്റാണ്. ദെൻ സി, സിലിക്കൺ, ഗ്ലാസ്, അയൺ. സിലിക്കൺ ഇസ് എ സെമി കണ്ടക്ടർ. സോ ഓപ്ഷൻ തെറ്റാണ്. ഫോർത്ത്, ഡി ഓപ്ഷൻ, മൈക്ക, വുഡ്, പേപ്പർ. സോ ഓൾ ദീസ് ആർ മൈക്ക, വുഡ്, പേപ്പർ ഇൻസുലേറ്റേഴ്സ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. സിക്സ്ത് ക്വസ്റ്റ്യൻ, if a material having a forbidden energy of 6 electron volt, identify the type of material. So 6 ഇലക്ട്രോൺ വോൾട്ടിന് മേലെയാണ് എനർജി ഗ്യാപ്പ് എങ്കിൽ the type of material will be a conductor, insulator. അതായത് ഇൻസുലേറ്ററിന്
കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഇതിന്റെ വാല്യൂ 6 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ will be an insulator. Seventh question, identify the requirements of a good insulating material in a cable. First statement എന്ന് പറയുന്നത് high dielectric strength, second low mechanical strength, third able to withstand temperature from minus 30 degrees Celsius to over 100 degrees Celsius, fourth high insulation resistance. So ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആവശ്യമാണ്. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അത് തെറ്റാണ്. കാരണം ഒരു ഇൻസുലേറ്ററിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. Next, read the statements and choose the correct option. First statement എന്ന് പറയുന്നത് wire wound resistors are used for high current applications. Second statement എന്ന് പറയുന്നത് carbon composition resistors are used for small power applications. ഇത് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സിൽ വരുന്നതാണ്, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സും കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സും. സോ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ്. അതുപോലെ തന്നെ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് സ്മോൾ പവർ ആപ്ലിക്കേഷൻസിലാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എ. 9. The function of flux in soldering is. Option A, reduce temperature of soldering process. Option B, to keep the metal surface clean and oxide free. Option C, reduce melting point of solder. Option D, to reduce the time of soldering process. So ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ഫങ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ് ഈസ് ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് oxide free. 10th question. Identify the effect of aluminum impurity in tin lead solder from the following. Aluminum impurity tin lead സോൾഡറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, reduces the flow of solder. Option B, wetting decreases significantly. Option C, final melting point of solder increases. Option D, surface deterioration of molten solder. ഈ ക്വസ്റ്റ്യൻ ഒന്ന് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് 11. From the given statements which are related to paramagnetic materials. So different types of magnetic materials നമ്മൾ പഠിക്കണം. ബേസിക് ആയിട്ടുള്ള 3 കാറ്റഗറീസ് ആണ് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം അതിൻ്റെ മൂന്നിൻ്റെയും പ്രോപ്പർട്ടീസ്, ഈ 3 മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് എക്സാമ്പിൾസും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ കറക്റ്റ് ആയത് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി, അതായത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ശരിയാണ്, വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അതും ശരിയാണ്. തേർഡ്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് നെഗറ്റീവ്.
മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആവുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനാണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി സ്മോൾ ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 1 ആണ്, അതായത് പോസിറ്റീവ് ആണ്. Then relative permeability is less than 1. അതും തെറ്റാണ്. So correct option is statement 1 and 2 only. So correct option A. So from the following properties, identify the type of magnetic material. ഇതും മാഗ്നറ്റിക് മെറ്റീരിയൽസിന് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് a magnetic material with a susceptibility low and negative. നേരത്തെ ഞാൻ പറഞ്ഞു നെഗറ്റീവ് സസെപ്റ്റിബിലിറ്റി ഉള്ളത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. They tend to move from high field region to low field region under the influence of non-uniform magnetic field. അതായത് പാരാമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് കാണിക്കുന്നതിന് നേരെ റിവേഴ്സ് പ്രോപ്പർട്ടിയാണ് ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അതായത് when placed in the non-uniform magnetic field, this diamagnetic material tend to move from high field region to low field region. So the type of material is diamagnetic material, option D. 13th question. When a conductor is moved to south direction in a magnetic field which is directed upwards, then direction of current in conductor will be. ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് വെസ്റ്റ്, അതായത് ഓപ്ഷൻ ബി. നമ്മൾ തമ്പ് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് കറണ്ടും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി അടുത്തത് സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് റിലേറ്റഡ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പം ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഫോഴ്സ് ആയിരിക്കും. ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ആയിരിക്കും. ഇനി നേരെ മറിച്ച് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് ഇതുപോലെ തന്നെ 3 ഫിംഗേഴ്സും പെർപെൻഡിക്കുലറായിട്ട് വെക്കുക. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അതിൽ പക്ഷെ സെയിം തന്നെയാണ് ഈ 3 ക്വാണ്ടിറ്റീസും സെയിം തന്നെയാണ്. അത് പോയിന്റ് ചെയ്യുന്നത് സെയിം തന്നെയാണ് ക്വാണ്ടിറ്റീസ്. പക്ഷെ ഓരോന്നും യൂസ് ചെയ്യുന്നത് രണ്ടിൻ്റെയും പർപ്പസ് വേറെയാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മൾ ഡി സി മോട്ടറിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യുന്നത് ഡി സി ജനറേറ്ററിലാണ്. അത് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിന് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 14, ആൻസർ ബി. 15. From the following options, which is correct related to reluctance of magnetic material? Again, ഇത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനുള്ള അടുത്ത ചോദ്യമാണ്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ
ഇലക്ട്രിസിറ്റിയിൽ കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. സോ റിലക്റ്റൻസ് അതിൻ്റെ ഫോർമുല എന്താണ് L/μ0 µr × A അല്ലേ. അപ്പം റിലക്റ്റൻസ് ഫസ്റ്റ് ഓപ്ഷൻ എന്താ, റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് മെറ്റീരിയൽ. കറക്റ്റ് ആണല്ലേ, ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. റിലക്റ്റൻസ് ഈക്വൽ ടു എസ് ആണ് അതിന് നൊട്ടേറ്റ് ചെയ്യുന്നത്. എസ് ഈക്വൽ ടു L/μ0 µr × A. എസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ബാക്കി ഓപ്ഷൻസ് തെറ്റാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ വായിക്കുന്നില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 16th question is an electromagnet contains 100 turns and carries a current of 5 ampere. Find the reluctance if the flux produced by the electromagnet is 0.2 Weber. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിലക്റ്റൻസ് കണ്ടുപിടിക്കുന്ന എന്ന് പറയുന്നത് നമുക്കറിയാം, റിലക്റ്റൻസ് എന്ന് പറയുന്നത് MMF ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ആണ്. MMF എന്ന് പറയുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്. സോ NI ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ആണ് റിലക്റ്റൻസ്. സോ N × I 100 × 5 ഡിവൈഡഡ് ബൈ ഫ്ലക്സ് 0.2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് 2500 ആംപിയർ ടേൺസ് പെർ വെബർ. റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് ആംപിയർ ടേൺസ് പെർ വെബർ. ഓപ്ഷൻ എ. 17th question. ടെസ്ല ഇസ് ദ യൂണിറ്റ് ഓഫ്. ടെസ്ല എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് വേറൊരു യൂണിറ്റ് കൂടെ ഉണ്ട്, വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ, ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ്. അതർവൈസ് ദർ ഇസ് അനദർ യൂണിറ്റ്, ടെസ്ല. സോ ടെസ്ല ഇസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് density. Option C. Question number 18. Find the number of turns in the coil if an EMF of 40 volt developed across it with a flux change in the rate of 0.8 Weber per second. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു N/d∅dt ആണ്. അപ്പം അതിനകത്ത് EMF തന്നിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു 40 വോൾട്ട് ആണ്. നമ്പർ ഓഫ് ടേൺസ് N ആണ് കണ്ടുപിടിക്കേണ്ടത്. d∅ തന്നിട്ടുണ്ട്, d∅/dt ആണ് തന്നിരിക്കുന്നത്, അതായത് ഫ്ലക്സ് പെർ സെക്കൻഡ്, ഫ്ലക്സ് പെർ ടൈം തന്നിട്ടുണ്ട് 0.8. സോ ഈസിയാണ് N കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് E/d∅/dt ചെയ്താൽ മതി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 50. 19th question. If the capacitance of a parallel plate capacitor is C, the area of conductor is double, and distance of separation between conductors is half, then the change in capacitance equal to. നമുക്കറിയാം കപ്പാസിറ്റൻസ് C is equal to εA/d എന്നാണ് ഫോർമുല. അതിൽ D എന്ന് പറയുന്നത് സെപ്പറേഷൻ ആണ്, പ്ലേറ്റ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏരിയ ഡബിൾ ചെയ്തു, ഈ ഏരിയ ഡബിൾ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ½ D എന്ന് പറയുന്നത് d/2 അപ്പം എന്താവും, കപ്പാസിറ്റൻസ് എന്താവും 4 times ഇനീഷ്യൽ കപ്പാസിറ്റൻസ് അല്ലേ, 4 × C ആവും. Question number 20. If two capacitors C1 and C2 are connected in series, then the value of effective capacitance should be. രണ്ട് കപ്പാസിറ്റൻസ് സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് ആണ് സീരീസ് ആയി കണക്ട് ചെയ്തിട്ട് നമുക്കറിയാം റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. നേരെ തിരിച്ചാണ് കപ്പാസിറ്റൻസിന്റെ കേസിൽ. കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ, ഇൻ എഫക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് +1 C1 ആൻഡ് C2 ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ B. 21. From the given statements, choose the correct one which are related to law of resistance. So, law of resistance related ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. First statement, resistance is directly proportional to length of material. നമുക്കറിയാം R is equal to rho L by A. അപ്പം റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്, കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റെസിസ്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, കറക്റ്റ് ആണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനും ഓരോന്നായിരിക്കും വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. സോ 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. So option C. 22nd, if the length and area of a material is double, then the change in resistance of material is. ലെങ്ത് ഡബിൾ ചെയ്തു, ഏരിയ ഡബിൾ ചെയ്തു, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ന്യൂമറേറ്ററിലുള്ളതും ഡബിൾ ചെയ്തു, ഡിനോമിനേറ്ററിലുള്ളതും അതേപോലെ തന്നെ ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻ എഫക്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ചേഞ്ച് ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് റിമൈൻസ് സെയിം. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിലുണ്ടാവും. താങ്ക് യു.